ഹായ് ഗൈസ്, കുറേ നാളായി നമ്മുടെ നാട്ടിലെ തനതായ രുചികളൊക്കെ കഴിച്ചിട്ട്. ഈ ഉണക്ക ബ്രെഡ് മാത്രം കഴിച്ച് എൻ്റെ ജീവിതം ഒട്ടിപ്പോവോ? കഴിക്കാനൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവർ ഇവിടെ വരൂ. ഒരു മസാലയും ഇല്ലാതെ നല്ല രുചിയോടെ വളരെ വേഗത്തിൽ ഒരു എസൻസും ചേർക്കാതെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ട ബസുമതി റൈസ് എടുത്ത് നന്നായി കഴുകി ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക. വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അതൊന്നും മാൻഡേറ്ററി അല്ല നമ്മുടെ ഈ ബിരിയാണിക്ക്. ഇനി കറി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് പറയാം. സവാരി ഗിരിഗിരി സവോള, പുഞ്ചിയമ്മയുടെ ഇഞ്ചി, പാചക സുന്ദരി വെളുത്തുള്ളി, കലിയപ്പൻ പച്ചമുളക്, തടിയൻ തക്കാളി, പുളിപ്പൻ നാരങ്ങാനീര്. ആദ്യം സവോള 2 പ്ലേറ്റുകളിലായി ഒന്നിൽ കനം കുറച്ചും മറ്റേതിൽ നോർമലായിട്ടും അരിഞ്ഞെടുക്കുക. തക്കാളി എപ്പോഴും അരിയുന്നത് പോലെ നീളത്തിൽ അരിയുക. പിന്നെ മിക്സിയുടെ ജാറിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് ആക്കി എടുക്കുക. ഇതിൽ നമ്മൾ വേറെ ഒരു മസാലയും ചേർക്കാത്തതിനാൽ എരിവിനായിട്ട് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാൻ മറക്കല്ലേ. ഇനി ചിക്കൻ നന്നായി കഴുകി വെട്ടിമുറിച്ച് നല്ല പീസുകളാക്കി അതിലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, നാരങ്ങ നീര് ഇവ ചേർത്ത് നന്നായി മിക്സ് ആക്കി ഫ്രിഡ്ജിൽ വെക്കും. ശേഷം പാൻ ചൂടാക്കി അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കും. അല്പം ഉപ്പ് കൂടി ഇടാൻ മറക്കല്ലേ. ഇങ്ങനെ സീരിയസ് ആയി പാചകം ചെയ്യുമ്പോൾ ഇടയ്ക്ക് മൊബൈലും തോണ്ടി റീൽസും കണ്ട് കൈയും കെട്ടി വായ്നോക്കിനില്ല കരിഞ്ഞ് പണ്ടാലോടണം. പിന്നെ മുങ്ങിട്ട് കാര്യമില്ല ഗൈസ്. ഓൾമോസ്റ്റ് ഒരു കരിഞ്ഞ നിറമാകുന്നതാണ് ഇതിന്റെ ഒരു പാകം. എന്നിട്ട് ഇതേ എണ്ണയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുക. തുടർന്ന് അതിൽ ആവശ്യത്തിന് മാത്രം എണ്ണ എടുത്ത് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് സവോള ഇട്ട് അതിലേക്ക് വഴറ്റുക. സവോള നന്നായി വഴന്നു കഴിയുമ്പോൾ നേരത്തെ പേസ്റ്റ് ആക്കിയ മിക്സ് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസുകൾ ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ പീസുകൾ നന്നായി ചൂടായാൽ അതിലേക്കൊരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് ഒരു 80% വേവിക്കുക. ചിക്കൻ നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, കുറച്ച് തൈരും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോളയും പകുതി പൊടിച്ച് കറിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പും പുതിനയിലയും ഉണ്ടെങ്കിൽ ഈ സമയത്താണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് നമുക്ക് മാറ്റി വെക്കണം. ലാസ്റ്റ് റൈസിൽ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാൻ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് നേരത്തെ ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ഗ്രാമ്പും പട്ടയും പിന്നെ 2-3 ഏലക്കായും കൂടി ഇട്ടിട്ട് ചൂടായി വരുമ്പോൾ കഴുകി തോർത്തിയ അരി ഇതിലേക്കിട്ട് നന്നായി ഇളക്കുക. അരി ചൂടായെന്ന് കാണുമ്പോൾ നമ്മൾ എത്ര അളവിലാണോ അരി എടുത്തത് അതിന്റെ ഡബിൾ മടങ്ങ് തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കുക. ഉദാഹരണത്തിന് 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുത്തതെങ്കിൽ 2 കപ്പ് വെള്ളമായിരിക്കും നമ്മൾ ഒഴിക്കേണ്ടത്. അരി തിളച്ച് വരുന്നത് നോക്കണേ ഗൈസ്. ഉപ്പിടാൻ മറന്നു പോകരുത്. റൈസിനേക്കാളും അല്പം ഉപ്പ് കൂടി നിൽക്കണേ, എന്നാലേ ആ രുചി വരും. റൈസ് അങ്ങ് തിക്കായി വരുമ്പോൾ നാരങ്ങാ നീര് കൂടി ഒഴിച്ച് ഇളക്കുക. നല്ല അരിയാണ് ഉടയാതെ പൊടിയാതെ ഒന്നിന്മേലൊട്ടാതെ കറക്റ്റ് വേവി കിട്ടും. ബട്ട് എന്റെ അരി അത്ര പോരെ, അതുകൊണ്ട് പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി കാര്യങ്ങൾ സിമ്പിൾ. ചിക്കൻ കറിയുടെ മുകളിലേക്ക് റൈസ് ഒരു ലെയർ ഇടുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാറ്റി വെച്ചിരുന്ന ആ ഗ്രേവിയും കുറച്ച് ഒഴിക്കുക. അടുത്ത ലെയർ വീണ്ടും റൈസ് ഇടുക. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും മാറ്റി വെച്ചിരുന്ന ആ ഗ്രേവിയും കൂടെ ഒഴിക്കുക. അടുത്ത ലെയർ റൈസ് ഇടുക. അങ്ങനെ ഫുൾ ദം ചെയ്യുക. ഫുള്ള് ഫില്ലായി കഴിഞ്ഞാൽ പാൻ ടൈറ്റായി അടച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 1 അവർ അങ്ങനെ തന്നെ വെക്കുക. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യം തൊട്ടേ കഴിക്കാൻ റെഡിയാണല്ലോ. എന്താ സന്തോഷമല്ലേ. ചിക്കൻ ഒക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ കുറച്ച് യോഗേർട്ട് കൂട്ടിയാണ് കഴിക്കുന്നത്. ലുക്ക് കുറച്ച് കുറവാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ലുക്കിലല്ല കാര്യം, ടേസ്റ്റിലാണ് കാര്യം. പ്ലേറ്റ് കാലിയാകുന്നതേ അറിയില്ല. വേഗം പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചൂസ്.